മോർണിംഗ് ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികൾ പരിശോധിക്കാൻ കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചെങ്കിലും ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഗൗരവമായ പരിശോധന നടത്താനാണ് നീക്കം. MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നാണ് നേതൃത്വത്തിന്റെ നിലവിലെ നിലപാട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധരാണ് ചേരുന്നത്. റിനു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ MLA സ്ഥാനം രാജിവെക്കേണ്ട എന്ന ഒരു നിലപാട്, പക്ഷേ ആ MLA സ്ഥാനം ഇരിക്കുമ്പോൾ അത് അദ്ദേഹത്തിന് നൽകുന്ന ചില പ്രതിരോധങ്ങളുണ്ട്. ആ പ്രതിരോധങ്ങൾ മറികടന്ന് അന്വേഷണ സംഘത്തിനുണ്ടാക്കുന്ന ചില പരിമിതികളുമുണ്ടല്ലോ. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇന്ന് നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു പരിശോധന നടത്തുക? നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, TK രജിത്ത. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിവാദം അല്ലെങ്കിൽ വലിയൊരു ആരോപണം ഉയർന്നു വന്നു. അതിനുശേഷം സംസ്ഥാന അധ്യക്ഷ പദവി യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് ഇരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു MLA സ്ഥാനം രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ളൊരു ചർച്ച കോൺഗ്രസിൽ നടന്നു. അതിനുശേഷം MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടുന്ന ആവശ്യമില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. കാരണം പരസ്യമായിട്ടുള്ള ഒരു ആരോപണം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരെടുത്തു പറഞ്ഞ ഒരു ആരോപണവും ഉയർന്നു വന്നിട്ടില്ല, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പരാതികളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ള വിലയിരുത്തലാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനുള്ളിൽ നിന്ന് ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്തുക, അതിനുശേഷം മാത്രം മതി മറ്റൊരു തീരുമാനം എന്നുള്ളതാണ്. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റ് നടപടികളിലേക്ക് പോകണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. ഒരു സമിതിയെ ഉടൻ തന്നെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സംഘടനാപരമായിട്ടുള്ള ഒരു ഇടപെടൽ മാത്രം മതി എന്നുള്ളത്. പക്ഷേ അങ്ങനെയൊക്കെ കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കുമ്പോഴും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അടുക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് വലിയൊരു പ്രതിരോധത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ബാലാവകാശ കമ്മീഷനിലും അതുപോലെ തന്നെ പോലീസിലും എറണാകുളത്തുള്ള ഒരു അഭിഭാഷകൻ പരാതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ടുള്ള ഒരു ഇടപെടൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള വിവാദാരോപണത്തിൽ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അങ്ങനെ ഒരു ആരോപണം കൂടി ഉണ്ടാകുമ്പോൾ നിയമപരമായി പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അന്വേഷണം കൂടി ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. ഇന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്തും സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തിരുവനന്തപുരത്ത് യുവമോർച്ചയും അതുപോലെ തന്നെ DYFI അടക്കമുള്ള സംഘടനകൾ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധം MLA ഹോസ്റ്റലിലേക്കും അതുപോലെ തന്നെ VD സതീശൻ്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിലേക്കും നടത്തിയിരുന്നു. ഇന്നും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ഏറ്റവും പ്രധാനം ഇനി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചർച്ച. നമുക്കറിയാം 3 പേരുടെ പേരുകൾ ഉയർന്ന് കേൾക്കുന്നുണ്ട്. എങ്കിൽ പോലും ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇന്ന് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള വിവാദ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചു. MLA സ്ഥാനം രാജിവെക്കേണ്ടുന്ന ആവശ്യമില്ല എന്നുള്ളതാണ് കോൺഗ്രസിൽ രണ്ട് തട്ടിലേക്ക്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും രണ്ട് വിഭാഗങ്ങൾ പരസ്യമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കേണ്ടെന്ന യൂത്ത് കോൺഗ്രസിലെ നേതാക്കൾ ഒന്നടങ്കം അദ്ദേഹത്തിനെതിരായ നിലപാടെടുക്കുന്ന സാഹചര്യമാണ്. AICC അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും MLA സ്ഥാനം ഇപ്പോൾ നിലവിൽ രാജിവെക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുക എന്നുള്ളത് സംഘടനാപരമായി അതിനകത്തുള്ള കാര്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള ആവശ്യം അതിശക്തമായി ഉയർത്തുന്നതിൽ CPIM-നും പരിമിതിയുണ്ടല്ലോ. കാരണം മുകേഷിന്റെ വിഷയമൊക്കെ അവിടെയുണ്ട്. അത് ഉപയോഗിച്ചുള്ള ഒരു പ്രതിരോധമായിരിക്കില്ലേ കോൺഗ്രസിൽ നിന്നുണ്ടാവുക? തീർച്ചയായും. കാരണം ആരോപണ പ്രത്യാരോപണങ്ങൾ നിലവിൽ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും കോൺഗ്രസിനെതിരായി CPM-ന് അല്ലെങ്കിൽ BJP-ക്ക് ഒക്കെ തന്നെ വീണ് കിട്ടിയ ഒരു വലിയ അവസരമായി തന്നെയാണ് അവർ ഇത് കാണുന്നത്. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്ന ആ പെൺകുട്ടി തന്നെ മാധ്യമങ്ങൾ മുന്നിൽ, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഫോൺ സംഭാഷണം ഉൾപ്പെടെ മാധ്യമങ്ങൾ പുറത്തേക്ക് വിടുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യം നിലവിൽ ഒരു MLA-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഇതാദ്യം എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നുള്ളതാണ്. അത് വലിയ രീതിയിലുള്ള ഒരു അവസരമായി CPM കാണുന്നു എന്നുള്ളതാണ്. മോശമായി ഫോണിൽ മെസ്സേജ് അയച്ചതോ അല്ലെങ്കിൽ മോശമായി പെരുമാറിയതോ അവിടെ നിൽക്കട്ടെ, ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഭ്രൂണത്തിന് ജീവിക്കുവാനുള്ള അവകാശം എന്ന് പറയുന്നത് ഭരണഘടനയിൽ പോലും പറയുന്ന ഒരു സാഹചര്യം, അതിനെതിരായി പ്രവർത്തിച്ചു ഒരു MLA എന്നുള്ളതാണ് ഏറ്റവും
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് വിധേയമാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ആരോപണം നിലനിൽക്കുന്ന ഒരു വ്യക്തിക്കെതിരെ കൃത്യമായിട്ടുള്ള നിലപാടെടുക്കാൻ കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകുമെന്നുള്ളതിൽ സംശയമില്ല. CPM-ഉം BJP അടക്കം അവർക്ക് വീണ് കിട്ടിയ ഈ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ MLA സ്ഥാനം രാജിവെക്കുന്നതിനോട് CPM-ഉം മുന്നോട്ടൊരു ഇടപെടൽ നടത്തില്ല. കാരണം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുക എന്നുള്ളത് അവർക്കും ഒരു താല്പര്യമുള്ള കാര്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ എങ്കിൽ പോലും അവർക്ക് ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞു നിൽക്കുവാൻ ഉള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് തന്നെ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള പരസ്യ നിലപാടിൽ തന്നെയാണ് BJP-യും അതുപോലെ തന്നെ LDF-ഉം ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. പരസ്യമായി തന്നെ LDF-ലെ നേതാക്കളടക്കം ഇന്നലെ MV ഗോവിന്ദൻ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകരെ കണ്ട് അക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും VD സതീശനും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഒരു പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യം. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി പറയുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അദ്ദേഹത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന നേതാക്കളും ഉണ്ട്. കാരണം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ പേരുകളൊന്നും തന്നെ എവിടെയും ഉയർന്നു കേട്ടിട്ടില്ല. അദ്ദേഹത്തിന് എതിരായിട്ടുള്ള നിയമപരമായിട്ടുള്ള റിട്ടേൺ കംപ്ലൈന്റുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല ഇതിന് ഇരയായവരുടെ. അതുകൊണ്ട് തന്നെ നേരത്തെ കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ തന്നെ പരാതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു നിലപാടും ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടില്ല. അത്തരം ഒരു പരാതികൾ ലഭിച്ചിട്ട് പോലും പാലക്കാട് ഇദ്ദേഹം മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനെതിരെയൊക്കെ തന്നെ ഒരു വിമർശനം ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരും. പക്ഷേ 2 ദിവസം കൊണ്ട് ഈ പ്രതിഷേധങ്ങളെല്ലാം തന്നെ കെട്ടടങ്ങും, ഈ വിഷയം ഇല്ലാതാകും എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസിന്റെ വിലയിരുത്തൽ. റിജിത്ത, റിനു, ഇരകളിൽ നിന്നല്ലെങ്കിലും പോലീസിന് മുമ്പിലേക്ക് പരാതി എത്തിയിട്ടുണ്ട്. അതിൽ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് പോലീസ് ആലോചിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണം അത് ഗൗരവമുള്ളതാണ്. റിനു നേരത്തെ ചൂണ്ടിക്കാട്ടി. അതിൽ ഈ പുറത്തു വന്ന ഈ സമൂഹ മാധ്യമ ചാറ്റുകളും ഈ ശബ്ദരേഖയും അതിലൊക്കെ ഏത് തരത്തിലുള്ള പരിശോധനയാണ് പോലീസ് ആലോചിക്കുന്നത്? അതിൻ്റെ വസ്തുത അന്വേഷിക്കേണ്ടതുണ്ട്. ഒരു പ്രാഥമിക വിവരശേഖരണം എന്നുള്ള നിലയിലേക്ക് പോലീസ് ഇതിനോടകം കടക്കുന്നുണ്ടോ റിനു? തീർച്ചയായും രജിത്ത, കാരണം ബാലാവകാശ കമ്മീഷനിലും അതുപോലെ തന്നെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലുമാണ് നിലവിൽ പരാതികൾ ലഭിച്ചിട്ടുള്ളത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ FIR രജിസ്റ്റർ ചെയ്യുകയൊന്നും പോലീസ് ചെയ്തിട്ടില്ല. കാര്യം നിയമപരമായിട്ടുള്ള ചില പരിശോധനകൾ കൂടി പോലീസിന് നടത്തേണ്ടതുണ്ട്. ചില നിയമ വക്താക്കളോട് അവർക്ക് നിയമോപദേശം തേടേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഈ നടപടികളുമായി മുന്നോട്ട് പോകൂ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നോ അല്ലെങ്കിൽ നാളെയോ അത്തരം ഒരു നടപടികളിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ആരോപണ വിധേയരായവർ അല്ലെങ്കിൽ ആരോപണ വിധേയർക്കെതിരെ ഇതിന് ഇരയായവർ ഒരു തരത്തിലുള്ള പരാതിയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഒരു പരാതി ലഭിക്കും. കാരണം ഇന്നലെ ഒരു ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ ഒരു പരാതിയുമായി അല്ലെങ്കിൽ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. അതിൻ്റെ ശരി തെറ്റുകൾ കൃത്യമായി തന്നെ അത് പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ ഇന്നും കൂടുതൽ പരാതികൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന ആ വിവരം. അത്തരം പരാതികൾ ആരെങ്കിലും നേരിട്ട് നിയമപരമായി പോലീസിന് നൽകുവാൻ തയ്യാറായാൽ വിഷയം കൂടുതൽ ഒരു കാഠിന്യം ഈ വിഷയത്തിന് ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. MLA സ്ഥാനം ഉൾപ്പെടെ തെറിക്കുമോ അല്ലെങ്കിൽ രാജിവെക്കുവാൻ വേണ്ടി നിർബന്ധിതനാവുമോ രാഹുൽ മാങ്കൂട്ടം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഈ ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ ഇത്തരത്തിൽ ആരോപണവുമായി രംഗത്ത് വന്ന സാഹചര്യത്തിൽ എന്താണ് ഇനി തുടർ നടപടി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുക? കാര്യം ഇന്നലെ രാത്രിയോടുകൂടിയാണ് അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടിയാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പോലും ഇത്തരത്തിൽ ആരോപണവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. തുടർ വരുന്ന സമയങ്ങളിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി അല്ലെങ്കിൽ പരാതിയുമായി ആരെങ്കിലും വരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കൂടുതൽ പരാതികളും പരിഭവങ്ങളുമായി വരികയാണെങ്കിൽ കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA സ്ഥാനം നിർബന്ധിച്ച് രാജിവെപ്പിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും രാഹുൽ മാങ്കൂട്ടം ആദ്യമായി MLA ആകുന്നൊരു സാഹചര്യം, പെട്ടെന്ന് വളർന്നു വന്ന കോൺഗ്രസിൻ്റെ ഒരു നേതാവായി വരുന്ന ആ ഒരു സാഹചര്യം. പക്ഷേ ഇതൊക്കെ തന്നെ ഒരു പക്വതയോടുകൂടി അല്ലെങ്കിൽ പാകതയോടുകൂടി പരുവപ്പെടുത്തി എടുക്കേണ്ടുന്ന ഒരു നേതാവിനെ നേരത്തെ തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്ന് പരാതികളൊക്കെ തന്നെ ലഭിച്ചിട്ടും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായില്ല. VD സതീശിനെതിരെയൊക്കെ തന്നെ വലിയ വിമർശനങ്ങളാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് പോലും ഉണ്ടാകുന്നത്. അത് പരസ്യമായി തന്നെ ഇന്നലെ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പൊക്കെ തന്നെ അടുക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനേറ്റ വലിയൊരു അടിയായി തന്നെ ഇത് കണക്കാക്കേണ്ടിയിരിക്കുന്നു. LDF-ഉം അതുപോലെ തന്നെ BJP-യും അത് അവർക്കെതിരായിട്ടുള്ള ഒരു വിമർശനത്തിനുള്ള ആ ഒരു മരുന്നായി കാണുകയും ചെയ്തിട്ടുണ്ട്. അർജിത.
ഓക്കെ, റിനു ശ്രീധറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.